could spread your love? What if your sweetness could reach everyone? There'd be no wars. Maybe the birds will sing about your heart. Maybe the trees will whisper the word. Hi friends, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ടൂറിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 2ാം ദിവസമാണ് നമ്മുടെ ടൂറിൻ്റെ. അപ്പോൾ ഇന്ന് അതേ ഞങ്ങൾ രാവിലെ തന്നെ എനിക്ക് ഫ്രഷൊക്കെ ആയി. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് താഴേക്ക് പോകണം. നമുക്ക് ഈ ദിവസങ്ങളിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ലഞ്ചും വൈകുന്നേരത്തെ ഫുഡൊക്കെ നമ്മൾ തന്നെ വാങ്ങി കഴിക്കണം. അപ്പോൾ ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് തന്നെ നമുക്ക് താഴെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ താഴത്തെ ഫ്ലോറിലേക്ക് ഞങ്ങൾ പോകണം. ചേട്ടനും ജോജിയൊക്കെ ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇനി ഇറങ്ങാണ്. പിന്നെ ഇന്നത്തെ നമ്മുടെ കറക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മളെ ഇവിടെ നിന്ന് കൂർഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ നിന്നൊരു 3 മണിക്കൂറോളം യാത്രയുണ്ട്. പിന്നെ അവിടെയും പെരുമഴയൊക്കെ ഒന്നാണ് കേട്ടത്. മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നൊന്നും അറിയില്ല. കാണാൻ പറ്റുന്ന കാര്യങ്ങൾ പോകുന്ന വഴിക്ക് ഞാൻ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഹലോ, ഗുഡ് മോർണിംഗ്. അവരുടെ റൂമൊക്കെ കൂട്ടി ഇറങ്ങാണ്. ചേട്ടന്മാർ രണ്ടുപേരും താഴേക്ക് പോയിട്ടുണ്ട്. റോൺ പോയോ താഴേക്ക്? അപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട്. ഇതാണ് ഞങ്ങളുടെ റൂം, അതാണ് അവരുടെ റൂം. തൊട്ടടുത്തടുത്ത റൂമുകൾ കെട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫ്ലോർ എന്ന് പറയുന്നത് 2nd ഫ്ലോറാണ്. നമുക്ക് പോകേണ്ടത് ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ്. ഇനി ലിഫ്റ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ലിഫ്റ്റ് ഉപയോഗിച്ച് പോകാം. പോവാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു വരെ. എന്നിട്ട് കഴിക്കണത് നിങ്ങൾ ഇഡ്ഡലിയോ? ഉപ്മാവ്. അടിപൊളി. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് എടുക്കാൻ. അവിടെ അവിടെ പോയിട്ട് എടുക്കാം കേട്ടോ. ഇവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. പൊട്ടറ്റോ സ്വീറ്റ് ഒക്കെയാ. അച്ഛാ, ഇത് സ്വീറ്റ് ആയിട്ട് കേട്ടോ, ഹൽവ ടൈപ്പ്. ഇവിടെ ഉപ്പുമാവുണ്ട്. ഇതെന്നാ ഏക്കാ? അതോ എന്താന്നാ ഇതിൻ്റെ പേരെന്ന്? ചോറ്, കിച്ചടി പോലെ. ഓക്കെ. സാമ്പാറിലാണോ? സാമ്പാറിൽ ചോറ്. നമ്മൾ പുതിയ ഐറ്റം കാണുന്നത് കേട്ടോ. ഇത് ചട്നി. സാമ്പാർ വേറെ ഉണ്ട്. ഇവിടെ സാമ്പാർ വേറെ. ഇവിടെ വലിയ ടൈപ്പ് ഇഡ്ഡലി. ഇവിടെ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലേറ്റൊക്കെ എടുത്ത് നമുക്ക് സ്വയം സെർവ് ചെയ്യണം. ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ചായ അഞ്ജുവിനുള്ള ചായയും കൂടെ ഞാൻ എടുത്തുകൊണ്ടുവന്നുണ്ട്. അഞ്ജുവിൻ്റെ ചായ 2 ചായ എടുക്കാനും സ്ഥലം കിട്ടുള്ളൂ. പിന്നെ ഇങ്ങനൊരു സ്വീറ്റ് ഐറ്റം ഉണ്ട്, ഞാൻ എടുത്തിട്ടില്ല. സ്വീറ്റ് ഐറ്റം അത് ഉപ്പുമാവിൽ മധുരമൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഐറ്റം. വട ഒക്കെ ഉണ്ട് കേട്ടോ. ഇത്ര ഐറ്റംസൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളിതാ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ടൊക്കെ കഴിഞ്ഞ് പോകണം. ഇനി നമ്മളിപ്പോൾ ഈ സ്ഥലത്തിനോട്, മൈസൂരിനോട് ബൈ ബൈ പറഞ്ഞ് ഇനി കൂർഗിലേക്ക് പോകണം. അപ്പോൾ എന്താ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ വണ്ടിയിലേക്ക് ലഗേജൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും മഴ ദിവസമാണെന്ന് തോന്നുന്നു. ചെറുതായിട്ടൊക്കെ മഴയുണ്ട്. ഇപ്പം മഴ പെയ്യണില്ല, പക്ഷേ ആകെ ഒരു മഴക്കാരൊക്കെയാണ്. ടൂറിന് വരുന്നവരെല്ലാം ശ്രദ്ധിക്കുക. റെയിൻകോട്ട് കരുതുക, അല്ലെങ്കിൽ അംബ്രേല കരുതുക. പിന്നെന്താ, ടവല് കാര്യങ്ങളെല്ലാം, ഡ്രസ്സൊക്കെ എക്സ്ട്രാ. പിന്നെ തണുപ്പത്തിടുന്ന ഡ്രസ്സിൻ്റെ കാര്യം പറയണ്ട. ഞങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അകത്ത്. ആവശ്യം വരുമ്പോൾ ഇടാം എന്ന് വിചാരിച്ചത്. റെയിൻകോട്ടുകൾ കണ്ടവരെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. റെയിൻകോട്ട് ഇപ്പം ഇടണില്ല കേട്ടോ, അത് മടക്കി വെക്കാനായിട്ട്. ഇന്നലെ രാത്രി നമുക്ക് അവിടുന്ന് മൈസൂർ വൃന്ദാവനിൽ നിന്ന് പോന്നപ്പോൾ മടക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. വേഗത്തിൽ ഊരി വണ്ടിയിൽ വെക്കിയത്. അതൊക്കെ ഒന്ന് മടക്കി സെറ്റപ്പാക്കി
പാക്കറ്റിലാക്കി വയ്ക്കാനാണ്. ഇപ്പോൾ മഴയില്ല, വിടുന്നില്ല. ഞങ്ങളുടെ മൈസൂരത്തെ സ്റ്റേ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ കാസിൽ എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലിലായിരുന്നു കേട്ടോ. എന്തായാലും കുഴപ്പമില്ലായിരുന്നു, റൂംസ് എല്ലാം അടിപൊളിയായിരുന്നു. അതുപോലെ ഫുഡ് കാര്യങ്ങളെല്ലാം ഒക്കെ സൂപ്പറായിരുന്നു, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഹോട്ടലൊക്കെ ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത സ്ഥലങ്ങളിലെ കാര്യങ്ങൾ എന്താവുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഓക്കെയാണ്. മായ ഹോളിഡേയ്സിന് താങ്ക് യു. അപ്പോൾ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യണം. പോകുന്ന വഴിക്കും എന്തൊക്കെ കാണാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ പോകും. ഇവിടുന്ന് 3 hours ജേണി ഉണ്ട് കൂർഗിലെത്താൻ. അപ്പോൾ പോകുന്ന വഴിക്ക് കാണേണ്ട സ്ഥലത്തൊക്കെ നമ്മുടെ ഡ്രൈവർ നിർത്തും. അപ്പോൾ ആൾ ഗൈഡും കൂടിയാണ് പറഞ്ഞു തരും ഏതൊക്കെയാന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ട് ഞങ്ങൾ പോകും. ഇവിടെയൊക്കെ ഫുൾ വൈറ്റ് കളറിലെ ഡ്രസ്സ് ഇങ്ങനെ അലക്കി എല്ലാം അവിടെ വിരിച്ചിട്ടിട്ടുണ്ട്. മഴ കാരണം ഉണക്കാനുള്ള വേറെ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ അവിടെ കൊണ്ടുവിട്ടേക്കണം. ഹോട്ടലിലത്തെയാണോ ഹോസ്പിറ്റലിലാണോ ഒന്നും അറിയില്ല. നമ്മുടെ മായ ഹോളിഡേയ്സിൻ്റെ ടൂർ പാക്കേജിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പെർ പേഴ്സൺ 17,800 രൂപ കേട്ടോ, 17,800. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലുമൊക്കെ ഈ ഇൻഫർമേഷൻ കിട്ടാൻ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു മാത്രം. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ കൂർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിലുള്ളതാണ്. പിന്നെ ഇതിനെ കൊടകെന്നും പറയും കേട്ടോ, ഈ സ്ഥലത്തിനെ കൊടകെന്നും പറയും. പിന്നെ ഞങ്ങളുടെ ഡ്രൈവറായാലും കന്നഡക്കാരനാണ്. ഹിന്ദി പറഞ്ഞൊക്കെയാണ് ഞങ്ങൾ ഒപ്പിച്ചേരുന്നത് കൂടുതലും. മഴക്കാറ് കണ്ട മഴ പെയ്യാനിങ്ങനെ കാറ് ഭയങ്കരമായിട്ട് ഇരുട്ട് കൂടി നിൽക്കണുണ്ട്. ഇപ്പൊ പെയ്യണുണ്ട് മഴ. അപ്പൊ അങ്ങനെ നമ്മൾ കൂർഗിലേക്കുള്ള വഴിയിലാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ടിബറ്റൻ ഗോൾഡൻ ടെമ്പിളിലും കൂടെ പോകുന്നുണ്ട്. അവിടെ കയറി കണ്ടിട്ടാണ് നമ്മൾ മുന്നോട്ടേക്കുള്ള യാത്ര. അതിവിടുന്ന് 1 കിലോമീറ്റർ കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് അടുക്കാറായിട്ടുണ്ട് എന്തായാലും. എന്തായാലും വലിയ കുഴപ്പമില്ല. കാലാവസ്ഥ ഇങ്ങനെ മഴ പെയ്യാതെയൊക്കെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടി പാർക്കിംഗ് ഈ സൈഡിലാണ് അതിൻ്റെ സെറ്റപ്പൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് കടത്തി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് റെയിൻ കോട്ടൊക്കെ കയ്യിലെടുത്ത് പിടിച്ച് ഇതാ നടക്കണം. നമ്മളിവിടെ കാണുന്നതാണ് അതിൻ്റെ എൻട്രൻസ്. അപ്പോൾ സ്ട്രെയിറ്റ് ഇത്രയും കടന്നാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കടന്നു പോകാം. ഗോൾഡൻ ടെമ്പിളാണ്, ടിബറ്റൻ ഗോൾഡൻ ടെമ്പിൾ. അത് കാണാൻ നമ്മൾ ആദ്യം പോകണം. ഞങ്ങളിവിടെ എൻട്രൻസിൻ്റെ അടുത്ത് എത്തിയപ്പോൾ കുറേ ആൾക്കാർ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്ന കണ്ടു. അപ്പോൾ പിന്നെ ഞങ്ങളും സൈഡിൽ നിന്ന് ഞങ്ങളുടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഉള്ളിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഉള്ളിലേക്ക് കടന്നു കേട്ടോ. ഇവിടെ 2 സൈഡിലും കുറേ സ്റ്റോളുകളുണ്ട്, ചെറിയ ചെറിയ ഷോപ്സുകളുണ്ട്. വള മാല കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കൊച്ചു സ്റ്റോളുകൾ അങ്ങേ സൈഡിലുണ്ട്. നമുക്കവിടെ കുറേ നടക്കാനുണ്ട്. നമുക്ക് നടക്കാം. വേഗത്തിൽ നടന്നാൽ നമുക്ക് കാഴ്ചകൾ കണ്ട് തിരിച്ച് വേഗം പോകാൻ പറ്റുള്ളൂ. ഇതെൻ്റെ ഫോട്ടോ എടുത്ത് നടക്കുന്ന, വീഡിയോ എടുത്ത് നടക്കുന്ന എൻ്റെ അനിയത്തി.
ഇതാണ് കേട്ടോ അടുത്ത എൻട്രൻസ്. നമ്മളവിടെ നിന്ന് ഗേറ്റിൻ്റെ അടുത്ത് നിങ്ങൾ ഉള്ളിലേക്ക് കടന്നു. ഇതാണ് അടുത്ത എൻട്രൻസ്. ഓ നല്ല സൂപ്പർ ലുക്കാട്ടോ, അടിപൊളി. ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ വ്യൂ. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഏരിയ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നതാണ് ശരിക്കും ടിബറ്റൻ ടെമ്പിള്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് എല്ലാവരും മാറി മാറി ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ഫാമിലി ആയിട്ട് എടുത്തു, ഗ്രൂപ്പായിട്ട് എടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നടക്കുന്നത്. കാരണം മഴയൊക്കെ വന്നാൽ നമുക്ക് ഇതേമാതിരി ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ മഴയില്ലാതെ നിന്ന് കിട്ടിയ ഒരു സമയമാണ്. അപ്പോൾ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ആക്കിയില്ല. എല്ലാവരും പറ്റുന്ന ആ കിട്ടിയ സീനറിയൊക്കെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക കേട്ടോ. നല്ലൊരു ഏരിയ, കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇവിടെ. നമ്മുടെ ടെമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡാട്ടോ, ലെഫ്റ്റ് സൈഡ് അവിടെ കാണുന്നത്. ടൂറിസ്റ്റുകളൊക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മഴയ്ക്ക് കാര്യമുണ്ട്. മഴ ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ടെമ്പിളിലേക്ക് എത്തിയിട്ടില്ല. ടെമ്പിളിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ ഒരു വലിയ ബെല്ലിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ബെല്ലിൻ്റെ അടുത്ത് തന്നെ ചേർന്ന് നിന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് പോകണമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അവിടെ നിന്ന്, അവിടെ ഒരു നല്ല ലുക്കാണല്ലോ, നല്ല വ്യൂ ആണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി ഇതേ നമ്മൾ ടെമ്പിളിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ ഈ ബെല്ല് വെച്ചിരിക്കുന്നിടത്തു നിന്ന് ഒരു കുറച്ച് ദൂരമുണ്ട് നമുക്ക് നടക്കാനായിട്ട്. അപ്പോൾ ഇതേ നമ്മൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇത്തിരി ദൂരമല്ലേ നടക്കാനുള്ളൂ. അപ്പോൾ ഞങ്ങളിതേ ഇനി ടെമ്പിളിലേക്ക് കയറണം. നമുക്ക് ചെരുപ്പൊക്കെ ഊരിയിടണം കേട്ടോ. ടെമ്പിളിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് ചെരുപ്പൊക്കെ കൂടെ ഊരി സബ്മിറ്റ് ചെയ്യണം. നമ്മൾ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടേക്ക് എല്ലാവരും ടെമ്പിളിൻ്റെ ഉള്ളിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ട് ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഒത്തിരി ഫോറിനേഴ്സും അതുപോലെ തന്നെ ഒത്തിരി വിസിറ്റേഴ്സൊക്കെ വന്ന് ടെമ്പിൾ കാണാനായിട്ട് വന്നു പോകുന്നുണ്ട്. ടെമ്പിള് നല്ല വലിയ ടെമ്പിളാട്ടോ. ഒരുവിധം സ്ഥലമൊക്കെയുള്ള ഉള്ളിൽ നല്ലൊരു ഏരിയയൊക്കെയുള്ള വലിയ ടെമ്പിളാണ്. പിന്നെ അതിന്മേൽ കൊടുത്തിരിക്കുന്ന വർക്കുകൾ കൂടുതലും ഗോൾഡൻ വർക്കുകളാണ്. സ്റ്റാച്യൂസിനെല്ലാം കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്ന വർക്കുകൾ. പിന്നെ ഒരുപാട് കൊത്തുപണികൾ നമുക്ക് ഈ ടെമ്പിളിൻ്റെ ഉള്ളിൽ കാണാം. 4 ചുമരുമേയും അവർ ഒത്തിരി വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിലുള്ള വർക്ക് ഗോൾഡൻ വർക്ക്, ബാക്കി സൈഡുകളിൽ കൂടെയൊക്കെ ഉള്ളത് പല കളറിലുള്ളതാണ് കേട്ടോ. ഭയങ്കര കളർഫുള്ളാണ് ടെമ്പിളിൻ്റെ ഉള്ളിൽ, കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ പില്ലറൊക്കെ ആയാലും നല്ല കളർഫുൾ പില്ലറുകളാണ് ഉണ്ടാക്കിയേക്കണത്. പിന്നെ എന്തൊക്കെയോ ഹാങ്ങിങ് ഐറ്റംസും അവർ ഇട്ടിട്ടുണ്ട്. അത് അവരുടെ റിലീജിയസ് കണക്റ്റഡ് ഐറ്റംസ് ആണോ അതോ ഡെക്കറേറ്റീവ് പീസസ് ആണോ എന്നറിയില്ല. എന്തായാലും നല്ല സൂപ്പറാണ് ടെമ്പിളിൻ്റെ ഉള്ളിൽ, കളർഫുള്ളാണ് ഭയങ്കര. പിന്നെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി അടുത്ത ഏരിയയിലേക്ക് നീങ്ങണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം ടെമ്പിളിൽ നിന്ന്. അപ്പോൾ തിരിച്ച് നമുക്ക് നമ്മുടെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അവർ അവിടെ വാങ്ങിച്ചുകൊണ്ടിരിക്കണം ചെരുപ്പൊക്കെ. നമ്പർ തരും നമുക്ക്. അവർ ആ നമ്പർ വെച്ച് തിരിച്ച് നമ്മൾ ആ നമ്പർ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് തിരിച്ച് കിട്ടും. നമ്മളിതിൻ്റെ പുറകിക്കൂടെ ഗാർഡൻ കാര്യങ്ങളെല്ലാം കണ്ട് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നടക്കണം. നമ്മുടെ മെമ്പേഴ്സ് എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് ചെറിയൊരു ഗാർഡൻ. റെയിൻകോട്ടൊക്കെ ആയിട്ട് വേണം നടക്കാൻ. ചേട്ടനും റെയിൻകോട്ട് പിടിച്ചേക്കാൻ, അഞ്ജലിയും അവരൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതേ ടെമ്പിളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അവിടുത്തെ ഒരു ബുദ്ധിസ്റ്റിനെ കണ്ടു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാനും അനിയത്തി മാത്രം ആ സമയത്ത് തൊട്ടടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ ആളുടെ കൂടെ. ഇവിടെ തൊട്ടടുത്ത് കുറച്ച് ചെറിയ ചെറിയ സ്റ്റോളുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ ജസ്റ്റ് ഒന്ന് കടയിൽ കയറുന്നുണ്ട്. അഞ്ചൂടെ ചെറിയ പേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പേഴ്സിന് 100 രൂപയെന്നാണ് പറഞ്ഞു. ഞങ്ങളവിടെ നിന്നും വാങ്ങിച്ചില്ല. അവിടെ ഇത്തിരി കോസ്റ്റ്ലി ആയിട്ട് തോന്നി.
അപ്പോൾ ഒന്നും വാങ്ങിക്കാതെ അവിടെ നിന്ന് പോന്നു. ഇവിടെ കണ്ട് വേറെ ഏതോ മാർക്കറ്റ് ഉണ്ട് പോലും. അപ്പോൾ അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് നടക്കണം. പിന്നെ 1-2 ബുദ്ധിസ്റ്റുകളെ തൊട്ടടുത്ത് കണ്ടപ്പോൾ വീണ്ടും ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നത് ആ ഫോട്ടോ വീഡിയോ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, അതിനകത്തേക്ക് പോയി അവിടെ വല്ലതും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടോ? അവിടെയും ഭയങ്കര കോസ്റ്റ്ലി ആണോ എന്ന് അറിയില്ല. ജസ്റ്റ് പോയി നോക്കാം. ഈ ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റ് ആട്ടോ ഷോപ്പിംഗ് കോംപ്ലക്സ്. ഇവിടെ എന്താണ്, മഴ ചെറുതായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഐറ്റംസൊക്കെ ഒത്തിരി ഉണ്ട്, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി കേട്ടോ. നമുക്ക് താങ്ങുന്ന വിലകളിലൊന്നും പെട്ടതല്ല. അവരെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസിനും ഭയങ്കര വില. ഇവരുടെ ഇവിടെ കമ്മൽ നോക്കിക്കൊണ്ടിരിക്കുക. കമ്മൽ അവർക്ക് ഇഷ്ടമായി. കമ്മൽ നോക്കണം അവർ. ഇത് നല്ല രസമുണ്ട് കേട്ടോ. 5 കൂടെ കാണിച്ച ബോട്ടിൽ. ഇതിങ്ങനെ എന്താ പറയുക, പേപ്പർ സോപ്പ് പോലെ നമുക്ക് ഹാൻഡ് വാഷൊക്കെ ചെയ്യാനുള്ള പേപ്പർ സോപ്പ്. ഒരു ചെറിയ ബോട്ടിലിന് 50 റുപ്പീസാണ്. അപ്പോൾ അഞ്ജുവിന് ഇഷ്ടപ്പെട്ടു ഇത്. അഞ്ജുവിൻ്റെ ക്ലാസ്സിൽ കുട്ടികളൊക്കെ കൊണ്ടുവരാറുണ്ട് ഇങ്ങനെ ഹാൻഡ് വാഷിനൊക്കെ, ഇൻ്റർവെല്ലിനൊക്കെ. അപ്പോൾ അവർക്ക് ഇൻ്റർവെല്ലിൻ്റെ ടൈമിൽ ടിഫിന് മുമ്പൊക്കെ കൈ വാഷ് ചെയ്യാനൊക്കെ അത് യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അഞ്ജുവിന് അത് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മൾ ഒരെണ്ണം വാങ്ങുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇത്തിരി കൊച്ചു ഷോപ്പിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ അവിടെ നല്ലൊരു ഗാർഡൻ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങളെല്ലാവരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ടിബറ്റൻ ടെമ്പിളിൽ നിന്ന് നമ്മൾ മടങ്ങാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ടിബറ്റൻ ഗോൾഡൻ ടെമ്പിൾ എല്ലാം കണ്ട് നമ്മൾ തിരിച്ച് വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തേക്ക് തന്നെ വരണം. ഇനി ഇവിടുന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാണ്. ഇനി അടുത്തത് എവിടേക്ക് കൊണ്ടുപോകണമെന്ന് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറയും. സിജി, നമ്മൾ അടുത്ത സ്ഥലം എവിടേക്ക് പോകണത് അറിയാമോ? നിസർഗധാമയിലേക്ക് പോകണം. അവിടെ എന്താന്നുള്ളതൊക്കെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ. ഇത് നമ്മൾ വാങ്ങിച്ച ഷോപ്പിംഗ്. പിന്നെ ഇവർക്ക് കമ്മൽ വാങ്ങിച്ചു. അതൊക്കെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചു. ഭയങ്കര റേറ്റ് അവിടെ. എന്നാലും കുഴപ്പമില്ല, ഇതൊന്നും വലിയ പ്രശ്നമില്ല. അങ്ങനത്തെ കൊച്ചു ഐറ്റംസ് മാത്രമേ നമ്മളിവിടെ നിന്ന് വാങ്ങിച്ചോളൂ. ഒരെണ്ണം നമ്മുടെ ഗ്രേസിന്, ഒരെണ്ണം അഞ്ജുവിന്, ഒരെണ്ണം എനിക്ക്. പിന്നെ അവർ കമ്മൽ വാങ്ങിച്ചിട്ടുണ്ട് സിജിയൊക്കെ, തക്കുവിന് വേണ്ടി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ കാഴ്ച വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അടുത്ത സ്ഥലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.